ഇന്ത്യയും ചൈനയും വീണ്ടും ഭായിയായിട്ട് തോളിൽ കൈയിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത്. ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാനവരാശിയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. അതിർത്തിയിൽ ഇപ്പോൾ ശാന്തതയുടെ അന്തരീക്ഷമാണ്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കുമെന്ന് മോദി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കേണ്ടത് പ്രധാനമാണ് എന്ന് തിരിച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പറഞ്ഞു. സൗഹാർദ്ദത്തിൻ്റെ ഈ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായിട്ട് നമ്മോടൊപ്പം ആന്റണി ജിസ് ജോർജ് ചേരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിന്ന് പ്രതീക്ഷാകരമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ? തീർച്ചയായും ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ആ ബന്ധത്തിന് കൂടുതൽ ഊർജം നൽകുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ചൈനയിലെ ടിയാൻജിനിൽ നടന്നത്. 50 മിനിറ്റ് നീണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യം ഇരു നേതാക്കളും ഊന്നി പറയുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി ആണ് ആദ്യം ഈ സംസാരിച്ചത്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് പരസ്പര ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയും സംവേദനക്ഷമതയോടും കൂടി ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. അത് മാനവരാശിയുടെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഈ ഇന്ത്യയിലെയും ചൈനയിലെയും ഏതാണ്ട് 2 ബില്യൺ ജനങ്ങൾ ഈ ഒരുമിച്ച് പോകുന്നതിനെ അനുകൂലിക്കുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങൾ അതാണ്. അതുകൊണ്ട് തന്നെ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒന്നിച്ചു പോകേണ്ടത് അനിവാര്യതയാണെന്നുള്ള കാര്യം മോദി പറഞ്ഞു. മാത്രമല്ല, ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ നിർത്തിയ മാനസരോവർ യാത്ര അതിപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അതിർത്തിയിൽ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ശാന്തവും അതുപോലെ തന്നെ സ്ഥിരതയുമുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതിന് ഷീ ജിൻപിങ്ങിനെ അഭിനന്ദിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. അതുപോലെ തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും സംസാരിച്ചത്. അദ്ദേഹവും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. അദ്ദേഹം അതിന് ഉപയോഗിച്ച വാക്ക് വ്യാളിയും ആനയും, അത് ഒരുമിച്ച് പോകേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. 75 വർഷങ്ങൾ പിന്നിടുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്. ആ വാർഷികത്തിൽ ഒരുമിച്ച് ഇനി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഏഷ്യയുടെയും അതുപോലെ തന്നെ ലോകത്തിൻ്റെയും സമാധാനത്തിന് ഇരു രാജ്യങ്ങളും മുന്നിട്ടിറങ്ങണം. അത് ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകണമെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. രണ്ട് വലിയ രാജ്യങ്ങളാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ വലിയ 2 രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങൾ എന്ന നിലയിൽ നല്ല അയൽക്കാരും അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളുമായും മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഷീ ജിൻപിങ്ങും ഈ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. ഏതായാലും 7 വർഷത്തിനു ശേഷമാണ് ചൈനയിൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. അത് ഇന്ത്യ ചൈന ബന്ധത്തിന് പുതിയ ഒരു ദിശ നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാളെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും നാളെ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്.